അത്ര മതി. താങ്ക് യു താങ്ക് യു. ഇല്ല എടുത്തോ. മക്കളെ കടലയാണത്, കടല. വറുക്കണ കടല ഉണ്ടല്ലോ, അത് ചിലപ്പം കൂടാ. പോരുന്നില്ല, നാട്ടിക്കില്ല. വാ അടിപൊളി അടിപൊളി. ഇതേണ്ട ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. ഓ അമ്മച്ചി നല്ല സപ്പോർട്ടാണ്. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യവാ, അപ്പൊ ഞങ്ങളുള്ള കണ്ടങ്ങള് ഞങ്ങളുടെ ബാക്ക് സൈഡ്. ഓ ക്ലിയർ ആയിട്ട് എടുക്കണ്ടേ, സെറ്റാണ്. എൻ്റെ മക്കളെ സൂര്യകാന്തി പൂത്തിങ്ങനെ നിൽക്കുവാണ്, സൂര്യനെ നോക്കിയാണ്ട. നല്ല വെയിലാണ്. നമ്മുടെ വണ്ടി താണ്ട അവിടെയാണ്. നമ്മൾ ഈ റോഡിന് അങ്ങനെ പോകും. ഷോളാപ്പൂരിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിജയപുരയിലേക്കും നമ്മൾ എത്തിയിട്ടില്ല. എങ്ങനെ തേനീച്ചയാണ് നോക്കുമോ, തേനീച്ച തേൻ കുടിക്കുവാണ്. കണ്ടാ സൂര്യകാന്തിയാണ്, സൂര്യകാന്തി ചിരിച്ച് നിൽക്കുവാണ്. ഓ ഇത് നിസ്സാര തോട്ടമല്ല, ഇതങ്ങനെ നീളത്തിന് അങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് ദൂരം ഈ ഒരു തോട്ടം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഏരിയ ഉണ്ടാവും. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതൊന്നുമില്ല. സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എന്താ പറയുക, ഒരുപാട് ദൂരം ഇവിടുന്ന് അങ്ങോട്ട് നോക്കി അറ്റത്തേക്കൊക്കെ അങ്ങനെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നീളത്തിന് ചെയ്തേക്കുവാണ്. നല്ല രസമാണിത് കാണാൻ. ഞങ്ങളിത് കണ്ടപ്പോൾ ഇന്ന് വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ടാക്കാന്ന് കരുതി. തുടക്കം ഇവിടെ നിന്ന് ആയിക്കോട്ടെ. ഇത് അത്യാവശ്യം വലിയ വലിയ പൂക്കൾ തന്നെയാണ് ഇത് മുള്ളാണ്ടാവും. ഇതൊക്കെ വലിയൊരു പൂവാണ്. ഓ സൂര്യകാന്തിയുടെ വലിയൊരു പൂവാണത്. നല്ല രസമാണ് കാണാനല്ലേ. കുക്കോ പൂ വിരിഞ്ഞ് നിൽക്കുന്ന കാണാനേ നല്ല രസമാണല്ലോ. എന്താണ് എന്താണ് തേനീച്ച. അതിന് ആൾക്ക് ഇറങ്ങാൻ പറ്റില്ല കുക്കോ. അല്ല ഈ ഒരു ഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഭയങ്കര ആഗ്രഹം. അതാണ് തേനീച്ച ഉണ്ട്, തേൻ കുടിക്കുക. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിക്ക് ഇറങ്ങൽ നടക്കൂല, ഇവിടെ ആളുകളില്ല. അതിലിപ്പോൾ വെള്ളം വിട്ടിട്ട് പോയേക്കുവാണ് അവർ. അവിടെ വണ്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ വെച്ചാൽ ആളുകളില്ല. ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. ആളുകളില്ലാത്തത് കൊണ്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. എന്നാൽ തന്നെ അവിടെ ഏട്ടൻ നോക്കുന്നുണ്ട്. സീനൊന്നും ഇല്ലാതെ വല്ല ഇങ്ങനെ പോകണം ഇവിടുന്ന്. ഇത്ര ഏരിയകളിൽ ഇത്ര കൃഷികളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറിക്കുമ്പോഴോ തൊടുമ്പോഴൊക്കെ അവർ കരുതുന്നത് നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി വന്നു. പക്ഷേ എങ്കിൽ നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇക്കാരം. പല ആളുകൾ ഇതുപോലെ ഈ യാത്ര ചെയ്യുന്നവർ ചിലപ്പോൾ ഇറങ്ങിയിട്ട് ഒരു പൂവൊക്കെ പറിച്ച് വണ്ടി കയറി പോകുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ദേഷ്യമാണല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ. കാരണം അവർ കഷ്ടപ്പെട്ട് വെക്കുന്നതാണ്. ഓ എവിടെ? അതിൽ ചെറിയ പൂവാണല്ലേ, ആ സൈഡിലുണ്ട്. പക്ഷേ അത് ചെറിയ പൂവാണ്. വീഡിയോ ഓണറ് ഓ മൂപ്പരാണ്, അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ കേട്ടോ. മൂപ്പര് നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരുന്നത് മൂപ്പരായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, ഇവർക്ക് എന്താണ് തോട്ടമൊക്കെ ഇങ്ങനെ വന്ന് നോക്കുന്നത്. ഇഷ്ടം പോലെ ഏരിയ ഉണ്ടെങ്കിൽ ഇവിടം തൊട്ട് അവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ അടുത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇട്ടേക്കോ നോക്കുക. ഇത് മറ്റേ പുല്ലല്ല, അവിടെ വാ. ഇത് കരിമ്പാണേ. കൊക്ക് പറയുന്നത് എന്താ വെച്ചാല് ആ പശുക്കൾക്ക് കൊടുത്ത പുല്ലല്ലേ. ഇതതിനിപ്പോ വച്ചേ ഉള്ളൂ, ഇപ്പൊ വച്ചേ ഉള്ളൂ. ഇതെന്താ വെച്ചാല് പൊന്തിയില്ല, പൊന്തണം. കരിമ്പാണത്, ഫുള്ളായിട്ട് കരിമ്പാണ് ഈ സൈഡ് ഫുൾ. അതുപോലെ തന്നെ അതിലൊക്കെ കരിമ്പ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വച്ചിട്ടുള്ളൂ, ആയിട്ടില്ല, ആയി വരണുള്ളൂ. ലോക്കോ എന്നാ നമുക്ക് പോയി നോക്കാം. അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഈ വഴി അങ്ങനെ പോവുകയാണ്. ഇന്ന് നമ്മൾ ഏതിലേക്ക് പോകും, എങ്ങനെയൊക്കെ പോകുന്നൊന്നൊരു പ്ലാനും ഇല്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് ഇതിലെങ്ങനെ പോയി നോക്കിയാൽ കുറച്ച് ദൂരം, ഒരു 100-200 കിലോമീറ്ററൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാവാം ഷോളാപ്പൂരിലേക്ക്, അതായത് മഹാരാഷ്ട്ര കയറാൻ വേണ്ടിയിട്ട്. അതിൽ ആ സൈഡൊക്കെ സൂര്യകാന്തിനല്ലേ, ഒക്കെ സൂര്യകാന്തിയാണ്. ഏതായാലും ഓക്കെ, നമുക്ക് ഇത്ര അടുത്ത് ഇത്രയും വലുതായിട്ട് ഇത്ര വലിപ്പത്തിലല്ല കേട്ടോ അപ്പുറത്തു നിന്നുള്ളത്. അപ്പുറത്തൊക്കെ ചെറിയ ചെറിയ പൂക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണ്ട. അപ്പോൾ നേരെ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കിട്ടും നോക്കാം. നമ്മളിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ കുറേ ആളുകൾ പാടത്തിരുന്ന് എന്തൊക്കെയോ പറിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാനും കുക്കും പാടത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങാനാണെങ്കിൽ വഴിയില്ല, ചാടിയൊക്കെ ഇറങ്ങണം തോന്നുന്നു. ഇവിടെയൊക്കെ കണ്ട നല്ല കൃഷിയാണ്. എന്തൊക്കെയോ പറിക്കുമല്ലോ, ഉള്ളിയാണ്. ഉള്ളി ലൂക്കോ ഉള്ളിയാണ്. നമ്മുടെ വണ്ടി അവിടെ ഒറ്റയ്ക്കാണ്. നമ്മുടെ വണ്ടി ഒറ്റയ്ക്കാക്കിയിട്ട് ഏകദേശം അവിടെ നിന്ന് അത്രയും ദൂരം പോകണം. ഇതിനെ പാഞ്ഞിറങ്ങോടാ. വകല്ലേ 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 ഉണ്ടോ, ഉള്ളിയാണ്, ഉള്ളിപ്പാടമാണത്, ഉള്ളിപ്പൂവാണ്. ഇതാണോ ഇതല്ല അറിഞ്ഞ് ഉള്ളിത്തൂന്ന്. ഇതുകൊണ്ട് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം. ഉണ്ടാക്കണ്ടവർക്ക് ഉണ്ടാക്കാം. നമ്മളുണ്ടാക്കണ്ടോ? ഇതുണ്ടാക്കുമോ? ഉപ്പ് ഭയങ്കര സംഭവം കേട്ടോ. ഇത് കണ്ടങ്ങൾ ഉള്ളിയൊക്കെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്ന ഇതൊക്കെ പൊന്തി നിൽക്കുന്ന ഫ്രഷ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുവാണ്, പാടത്ത് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുവാണ്. അവരൊക്കെ പറിക്കുവാണ്, ഉള്ളി ഇങ്ങനെ പറിക്കുവാണ്. എടാ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഇത് ഈ സമ്പത്തിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളിത് കുഴിച്ചിട്ട് മുളച്ച് വന്ന് അങ്ങനെയുള്ള ഈ ലാസ്റ്റ് അവസാന നിമിഷം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കാഴ്ചകളുണ്ട്. അതൊക്കെ നമുക്ക് കണ്ണിന് വളരെയധികം കുളിരേകുന്ന കാഴ്ചകളാണ്. ഞങ്ങളധികം കൃഷിയിടങ്ങളൊക്കെ തന്നെ സന്ദർശിക്കാറുണ്ട്. ഉള്ളിയൊക്കെ വരെ ഇങ്ങനെ പറിച്ച് വെച്ചേക്കണം. അയ്യോ, ഇനി ഇതിൻ്റെ തല കളയേണ്ടി വരും അല്ലേ? തല കളയുന്നത് വേറെ രീതിയാണോ? ഇവിടെ ഒരുപാട് പേര് പണിക്കാരുണ്ട്. നമുക്ക് അവിടെ അടുത്തേക്ക് പോയാൽ ഇങ്ങനെ ഓരോരോ വരമ്പാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ. അല്ല ഓരോരോ വരമ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കൊക്കോല നടുവിൽ 1 2 3 കൊക്ക് കണ്ട. അപ്പോൾ ഇവർ പറിക്കുന്നത് കൊക്കു. എല്ലാരും വാങ്ങേ, ഉള്ളി കൊണ്ടുപോങ്കേ, ഉള്ളി കൊണ്ടുപോങ്കേ. ഇതൊന്നും ചവിട്ടി പൊട്ടിക്കണ്ട കേട്ടോ, അവർക്ക് ഇഷ്ടമല്ല. അവരെങ്ങനെ പറിക്കുന്നത് സാധാ പോലെ ഇങ്ങനെ പറിച്ചോ. ഞാനൊന്ന് പറിക്കട്ടെ, പറിച്ചോട്ടെ. നമ്മളെ കൊണ്ട് അമ്മച്ചിനെ ഒറ്റക്ക് പറിച്ചു കൊണ്ടുപോട്ടൊക്കെ. ഒക്കെ പറയടാ വേം പറയടാ. ഇതണ്ട ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. ഓ അമ്മച്ചി നല്ല സപ്പോർട്ടാണ്. നീന് പറിച്ച് ഞാനും പറിച്ച്, ഞാനും പറിച്ച്. അപ്പൊ ഇത് കളയണ്ടേ? കട്ടിങ് ഇതെന്താ വെച്ചാലേ നമ്മൾ ഭാഷ കൂടി കുറച്ച് അറിഞ്ഞേ പൊളിച്ചനെ ഞങ്ങൾ തകർത്തിട്ട്. കേരള ഓ നേവനൂറ് ఇక్కడ షోలాపూర్. షోలాపూర్ നിങ്ങളൊക്കെ കേരളത്തിൽ ഫേമസ് ആവും. നിങ്ങളൊക്കെ കേരളത്തിൽ ഞങ്ങൾ ഫേമസ് ആക്കും. ഇവരുണ്ടോ മുഖമൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട്. ഇതെന്താ സംഭവിച്ചാൽ നല്ല ചൂടാണ്, സൂര്യൻ കണ്ട നല്ല ചൂടാണ്, കാറ്റിങ്ങനെ അടിക്കുവാണ്. അപ്പം നമുക്ക് തന്നെ മുഖം ഇങ്ങനെ ചുളിച്ചേ നോക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. ഒരു എന്താ പറയുക, അത്രയും പ്രകാശമാണ്, അത്രയും ചൂടാണ്. ചൂട് നല്ല കാറ്റിന് തണുപ്പുണ്ട്, കാറ്റുകൊണ്ടൊരു ആശ്വാസമുണ്ട് അല്ലേ? കുറച്ച് പറിച്ചു കൊടുക്കോ. ജൽദി പറയടാ, ഷെയറൊക്കെ പറിച്ചു കൊടുക്കേ. കുക്കിൻ്റെ കയ്യിൽ ഫോണും പേഴ്സും ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അത്രയും കുറച്ചുകൊണ്ട, ഫോണും പേഴ്സും വേണ്ട. എന്നിട്ട് കുറച്ച് നേരം നീ പറിച്ചോ. ഉള്ളി പറിക്കാനുള്ള ഒരു ഭാവി നിനക്ക് ഞാൻ കാണുന്നുണ്ട്. കുഴപ്പം കൂടാ ഒരു നാട്ടിക്കില്ല. വാ അടിപൊളി അടിപൊളി. ജൽദി കറോ ഭായ്. ഒരു ചെറിയ ചെറുക്കം കണ്ടില്ലേ? ഈ ചേച്ചിയുടെ മകനാണ് തോന്നുന്നത്. അവരതിൽ നടക്കണം. ഇത് ഫുള്ളായിട്ട്. അപ്പം ഇങ്ങനെയാണ് അവർ പറിക്കുന്നത്. ഇത്രയും വലിയൊരു തോട്ടമാണ് ഇത്. ഇത്രയും ഫുള്ള് പറിക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണല്ലോ അല്ലേ? അതിക്കിട് അയക്കു നിൽക്കുമ്പോഴൊക്കെയല്ലോ കേട്ടോ വലിയ ചിലപ്പം 4 ലൈൻ ഒരാൾക്ക്. ഓ അയക്കു നിൽക്കുക വെച്ചാൽ കരാർ തെറ്റിച്ചല്ലേ?
കുക്കു ഇങ്ങനെ പറിച്ചിട്ട് അവിടെ വെക്കുക. അപ്പൊ 4 വരിയാണോ എടുത്തത്? നമുക്കറിയില്ലല്ലോ. സാരല്ല, പ്രശ്നമല്ല, പോട്ടെ. ഈ ഒരു കമ്പത്തിന്റെ പുറത്ത് ചെയ്യണല്ലേ. ഇവർക്കാണെങ്കിൽ വരെ ജോലിയാണത്. ഹായ്, ഓനെ കൊണ്ടായാലോ കേരളത്തേക്ക്? ആ ഹായ് മാട്. ടിവിയിൽ കാണുന്ന അതെ, നമുക്ക് പോവല്ലോ. ഓ ആ, യൂട്യൂബ് ഫേമസ് ആവും. ഹായ് തന്നോ? ഏതായാലും ചാവിന്റെ പോക്കില്ല. അപ്പൊ ഓക്കെ, ബൈ. അതേസമയം ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. നമ്മളെന്താ വെച്ചാലേ ഇത് ഉള്ളി പറിക്കുന്നത്, ഉള്ളിയുടെ തോട്ടൊക്കെ ഒന്ന് കാണണം, ഉള്ളി പറിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എവിടെ കട്ടിങ് ഇതേ? ആ, കട്ടിങ് കാണിച്ചു തരാന്നാണ് അവര് പറയുന്നത് കേട്ടോ. കട്ടിങ് ഇവര് സംഭവം നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്ന ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴേ, ഈ സാധാരണക്കാരുടെ ഇടയ്ക്ക് പോകുമ്പോൾ അവർ ശരിക്കും കാണിച്ചു തരും കാര്യങ്ങൾ. എന്താ കട്ടിങ് തുടങ്ങുകയാണ് അവര്. ആ, ഇത്ര ഏരിയ എടുത്ത്, ഇത്ര ഏരിയൻ്റെ ഇനി കട്ടിങ് ആണ്. ആ, അതാണ് അവർ പറയണത്. അതായത് കഴിഞ്ഞില്ലേ ഇവിടെ ഇതാണ്ട് 4 ലൈൻ എടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് ഇതവർ കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്തിട്ട് നമ്മളുടെ നാട്ടിലേക്ക് ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, സീസണാണ്. പെരുന്നാളിനൊക്കെ ധാരാളം ഉള്ളി വേണം. അപ്പോൾ വില ചിലപ്പോൾ കൂടുതലാവില്ല ഉള്ളിക്ക്. ഓക്കെ, ആ ഇങ്ങനെ. ഓക്കെ, അങ്ങനെ കത്തി അങ്ങനത്തെ നമ്മളെ അരിവാള് പോലെ അല്ലേ. താങ്ക് യു. നമുക്ക് കാണിച്ചു തന്നതാട്ടോ അവര് വീഡിയോയിൽ മുഴുവൻ. താങ്ക് യു, ബൈ. ഓക്കെ, ഞങ്ങളിന്നാ ഇറങ്ങുവാണ്. ഇവരുടെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇവരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട്. ഇപ്പം കണ്ടില്ല, നമ്മൾ പോവുമായിരുന്നു. അപ്പം നിങ്ങൾ കട്ടിങ് കൂടി കണ്ടിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത്. പെട്ടെന്ന് വിളിച്ച് നമുക്കത് കാണിച്ചു. അപ്പം അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഉള്ളി അവരങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യണല്ലേ. അപ്പോൾ പണി ഇവർക്ക് നല്ലോണ്ട്. ഞങ്ങൾ ഇവരുടെ കൂലി ചോദിക്കില്ല കേട്ടോ. എത്രയാണ് ഇവർക്ക് ശമ്പളം കിട്ടാറെന്ന് ചോദിക്കില്ല കൂലി. ഇപ്പോൾ അതൊക്കെ കുറവാണോ എന്താ അറിയില്ല. അത് നമ്മൾ ചോദിക്കലില്ല. അതായത് ഇത്രയും വലിയൊരു പാടമാണ്. ഇതൊക്കെ ഫുള്ള് പറിക്കണം. അതൊക്കെ അവർ കട്ട് ചെയ്യണം കേട്ടോ, ലോഡാവണം. എന്നിട്ട് അത് അവിടെ നിന്ന് മാർക്കറ്റിൽ പോകണം. ഇവിടെ നിന്ന് മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് പലയിടങ്ങളിലേക്ക്, നമ്മളുടെ നാട്ടിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചെന്ന് നമ്മളുടെ എല്ലാവരുടെയും അടുത്തുള്ള ടൗണിലേക്ക് വന്ന് അവിടെ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് ഒരു കവറിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കറിയിൽ അടുപ്പ് വെച്ച് ബാക്കി ഞാൻ പറയണല്ലോ കേട്ടോ, ബാക്കി പറയണ്ട. അപ്പം അത്രയും കാര്യങ്ങൾ എന്താ പറയുക, ഇവിടെ അങ്ങനെ ഓരോ കർഷകൻ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പോലും നമ്മൾക്കറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ ഓരോ കർഷകർ എവിടേക്കാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഈ കാഴ്ചകൾ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്തരം കാഴ്ചകളാണ് ഞങ്ങൾ ഈ ട്രിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മുന്നിലോട്ട് പോയി നോക്കാം. വിജയ്പൂർ കണ്ടോ? ഓ, ഇതൊരു മുള്ളാണ് കണ്ടോ, നമ്മൾ പിടിച്ച നമ്മളെ കണ്ട വിജയ്പൂർ. നമ്മൾ നേരെ പോകും. നമ്മൾ നേരെ ജയ്പൂർ, ഷോളാപ്പൂർ അങ്ങനെ പോകും. അവിടെ പിന്നെ നമ്മൾ നാസിക്ക് പോകണമെന്നാണ് കരുതുന്നത് ഇപ്പോൾ. അത് ചിലപ്പോൾ ഇനിയും മാറും. നമ്മളുടെ അങ്ങനെയാണ്, ചിലപ്പോൾ മാറും, ചിലപ്പോൾ പോകും. എത്ര അങ്ങനെ ആൾക്കാരെ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതീവ ചൂടിലാണ് അവരാ നിൽക്കുന്നത് ഫുള്ളായിട്ട് എല്ലാവരും. ആ, ബസ് സ്റ്റോപ്പില്ല, ഒരു തണലില്ല, ഒരു മരമല്ല. അപ്പം നമ്മളുടെ വണ്ടി കിടക്കുന്നത് പോലും നല്ല വെയിലാണ്, ചൂടിലാണ്. എന്നിട്ട് അവരാ ഇരിക്കുന്നത് ആ ഒരു ചൂടും കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അവർ. എന്താ അല്ലേ, ബസ് സ്റ്റോപ്പും കൂടി ഇല്ല, ഒരു തണലും അറിയില്ല. ബസ് സ്റ്റോപ്പ് അല്ല, ഒരു ബസ് സ്റ്റോപ്പെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത് സ്വസ്ഥമായിട്ട് ഇരുന്നാണ്. എന്ത് ചെയ്യാൻ, ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ട് എന്തിനു നോക്കുമോ? ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തൂല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. എന്ത് കഷ്ടം. മറ്റൊരു കാര്യം എന്താ അറിയോ, ഞങ്ങൾ ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങിയാണ് ലോറികളിൽ ഉള്ളി അങ്ങനെ കയറി പോകുന്നത്. ഉള്ളി ധാരാളമായിട്ട് കയറി പോകണം. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, ഉള്ളി ധാരാളമായിട്ട് കയറി പോവാം. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഉള്ളിയുടെ തോട്ടം ഉള്ളി പറിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ പെരുന്നാളാണല്ലോ, പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിന് ഒരുപാട് മാർക്കറ്റുകളിലേക്ക് ഉള്ളി
പുള്ളി എത്താൻ വേണ്ടിയിട്ട് ഇതൊരു സീസണലി പറയും. അതായത് പെരുന്നാളിന് കണ്ടാണ്ട് ഉന്നം വെച്ച് പറിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പം തന്നെ ഇവിടുന്ന് കയറി കേരളത്തിലൊക്കെ എത്തിയാൽ നല്ല റേറ്റിൽ വിൽക്കാൻ വേണ്ടി കഴിയും. ഇവർക്കൊക്കെ നല്ല രീതിയിൽ ലാഭം കിട്ടും. നമ്മൾക്കും തന്നെ ഉള്ളിക്ക് നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും. നാട്ടിൽ പുള്ളിയുടെ വില എത്രയെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഉള്ളിയാണ് അവിടെയൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ലോറിയുണ്ട്, ഒരു ചെറിയൊരു വണ്ടിയുണ്ട്, അതിനൊക്കെ ഉള്ളിയാണ് അവിടെ കയറ്റുന്നത് അല്ലേ. എല്ലാം ഇപ്പം നമ്മൾ രാവിലെ തൊട്ട് ഇറങ്ങിയിട്ട് അധികം പാടങ്ങളിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഉള്ളിയാണ്. ഉള്ളി ഉള്ളി ഉള്ളി. അതുപോലെ തന്നെ ഇനി തക്കാളി അത് ഉള്ളി കയറ്റി വെക്കാല്ല. വെളുത്തുള്ളി ഇത് ഉള്ളിയുടെ പോടാണ്. അവിടെ ഉള്ളി ഉള്ളിയുണ്ട്. ഉള്ളിയാണ്. അതെ, ഉള്ളി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് ഉള്ളിപ്പാടങ്ങളിൽ ഉള്ളി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാണ്. ആ പാടത്ത് അത് അവിടെ ഉണ്ട്. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് അതിനകത്താണ് വെക്കുന്നത് വരും അല്ലേ. അത് അവിടുന്ന് പിന്നെ ലോറികളിലേക്ക് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലോറികളിൽ കയറ്റിയിട്ട് വെയിൽ തട്ടാൻ പാടില്ല, പക്കയിട്ട് പാടാനും പാടില്ല. അതെ അതെ. കയറ്റാറുണ്ടേ ഈ ചെങ്ങമര ഞങ്ങളേ പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് കരുതിയുന്ന സംഭവമാണ്. വരാൻ പറ്റുമോ? ഡോഗ് നായ ഉണ്ട് അവിടെ. അതെ, പറയാൻ പറ്റില്ലേ. അതെ, പേര് ചെയ്യുന്ന കേട്ടോ. കടലയാണ്. കടലയുടെ പാടത്തേക്ക് നമ്മൾ കണ്ടോ കടല. ഇത് പിടിച്ചാ കടല വര് പറിച്ചിങ്ങനെ വെച്ചേക്കുവാണ്. കണ്ടോ അയ്യവാ എന്താ കടക്ക മക്കളെ. കടലയാണത്, കടല. വറുക്കണ കടല ഉണ്ടല്ലോ, അടിപൊളി സാധനമാണ് അല്ലേ. ഓ, ഇവര് പറിച്ച് കഴിഞ്ഞതാട്ടോ. ഇവര് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇവർ പറിച്ചു അല്ലേ. കടല കടല. നാം ക്യാ ഏ പേര്? കന്നഡ അല്ല, കേരള. ഹിന്ദി തോടായേ. അടോക്ക് സാധനം നോക്ക്. ഓ മൈ ഗോഡ്. അതെ, मूंगफली पल्ली कन्नड़ा है. कन्नड़ा में कन्नड़ा नाम कन्नड़ा में केरला का है तू. कन्नड़ा में कहीं केलू के शेंगा शेंगा शेंगा. അത് ശേങ്ക എന്നാണ് പറയാ കേട്ടോ. കടലൊക്കെ ഇവിടെ ശേങ്ക എന്നാണ് പറയാ. മലയാളത്തിൽ കടല കടല. മലയാളം എന്തോ പറയണ്ടവര്. ഇവരങ്ങനെ എടുത്തിട്ട് പിന്നെ അതായത് ഇവിടെ ഫുള്ള് ഒരു പറിച്ചിട്ട് ഞാൻ അവിടെ 3 പേര് ഇരിക്കുന്നുണ്ട്. ഇതിലാണെങ്കിൽ നായയുണ്ട്, ആടുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവരങ്ങനെ പറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പറിച്ചിടുവാണ്. ഓക്കെ. വീഡിയോ ക്യാമറ ഒന്ന് പിടിച്ച് നോക്കുക, ഇതിൽ കാണുന്നുണ്ടോ എന്നുള്ളത്. ബെട്ടിയേ ഈ ചേച്ചിയുടെ കുട്ടികളാട്ടോ അവര്. ഈ വെയിലത്ത് എന്തിനാ അവിടെ വന്നിരിക്കണേ? ചേച്ചി ചുരുക്കി. നമ്മള് മലയാളത്തിൽ വെയിലത്ത് എന്തിനാ അവിടെ ഇരിക്കണേ? കന്നഡ നേ ജാത്ത ഹൈ. सोलापुर. सोलापुर टू नासिक गोवा. अभी रिक्शा में. रिक्शा में ट्रैवलिंग. फुल ट्रैवलिंग वीडियो യൂട്യൂബ്. കുക്കുവിന് പറിക്കണം പോലെ. പറയടാ, നീ പറിക്കടാ. ഹെൽപ്പ്. അതെ, അങ്ങനെ തന്നെ. എല്ലാം കൊണ്ട് പഠിച്ചു ചെറുക്കാം. 2 ദിവസത്തിൽ നടന്നപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചുകൂടാ. പഠിക്കാൻ മാത്രമല്ലോ ആണ്ട് നോക്കുക. അവര് പെട്ടെന്ന് അങ്ങനെ തന്നെ. അയ്യവാ കടല സംഭവം നമ്മളിത് കാണണമെന്ന് ആഗ്രഹിച്ചൊരു കാഴ്ചയാണ്. പക്ഷേങ്കിൽ നമ്മൾക്കിതൊന്ന് പറിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ പറിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പറിക്കാൻ ഇവരെല്ലാം പറിച്ച് കംപ്ലീറ്റ് പറിച്ചവര്. അല്ലെങ്കിൽ നമുക്കൊന്ന് പറിച്ചു നോക്കാറുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗം കൂടി ഉണ്ട് പറിക്കാൻ. ഇവർ ഓരോ ഭാഗങ്ങൾ തീർത്താണ് പറിക്കുന്നത്. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട് ഇവിടെ അങ്ങനെ അങ്ങോട്ട് പറിക്കാണ്ട്. അടിപൊളി. ബുക്കുവോ ഇതുമെന്ന് ഒരു കടല പറിച്ചാ, ഇതൊന്ന് ഒരു മണി പറിച്ചാ പറിക്കടാ. അതുമെന്ന് തന്നെ പറിച്ച
ആ പൊട്ടിച്ച കടലൊന്ന് കാണട്ടെ. പൊട്ടുവോ? ആ ആ ഓ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ കടല അല്ലേ? ഓ ഫസ്റ്റ് നല്ല വലിപ്പമുണ്ട് സാധനം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കടലയാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള കടലയാണ്. ഓ ഇതാണ് കുക്കോ വണ്ടൂരങ്ങാടി നടുവത്തങ്ങാടി എന്നൊക്കെ ഇങ്ങനെ വരട്ടി വരട്ടി തിന്നാറ്. 20 50 ഒക്കെ. ഓക്കെ താങ്ക് യു ബൈ. വേണോ ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഒന്നും കാട്ടാല്ല. നമ്മളെ കൊണ്ട് ഇത് വറക്കാനോ ചൂടാനോ ഒന്നും കയ്യിലല്ലോ. ആ അപ്പോൾ പിന്നെ വേണ്ട. ഓക്കെ താങ്ക് യു ബൈ. ആ എന്നാ വാങ്ങിക്കോ, നമുക്ക് തരുവാണ് ഗൈസ്, ഞങ്ങൾക്ക് തരുക കേട്ടോ. അത്ര മതി. താങ്ക് യു താങ്ക് യു. ഓ ഇല്ല എടുത്തോ, താങ്ക് യു. ഓ ഇത് കണ്ടങ്ങള് ഇതൊക്കെയാണ് ആൾക്കാർ. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞ് ഇവരുടെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് സത്യം പറയാം, ഞങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഭാഷ അറിയില്ല, ഞങ്ങൾക്ക് ഭാഷ എപ്പോഴും ഞങ്ങൾക്ക് അറിയുന്നില്ല. പക്ഷേ എങ്കിൽ എന്നാലും ഞങ്ങൾക്ക് അറിയുന്ന മാതിരി മലയാളം, തമിഴും, കന്നഡ, ഇംഗ്ലീഷും, ഹിന്ദി എല്ലാം കൂട്ടിയിട്ട് അവർക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്ന തത്രത്തിലാണ്. പിന്നെ ഭാഷകളൊക്കെ ഞങ്ങൾ പഠിച്ചു വരും. ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒക്കെ നമ്മൾ പഠിക്കും. എന്തൊക്കെയോ ആ തീർച്ചയായും കുക്കോ കടലേക്ക് പോകുന്നു. കടലക്കാര നീയൊരു കടലക്കാര അല്ലല്ലല്ലല്ലല്ലല്ല. അത് നമുക്ക് വീട്ടിൽ എത്തണ സാധനം കുക്കോ എത്തൂലേ? എത്തിക്കണം നമുക്കത്. ഓ ഗൈസ് അവരാ ചേച്ചിമാർ തന്നതാണ് നമുക്ക്. ഏതായാലും അടിപൊളിയായില്ലേ നമുക്ക്. ആ ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെക്കാം നമുക്ക് കേട്ടോ. എന്താ ചെയ്യാ, അത് എത്രയെന്നില്ല, ഒരു 2-3 പൊടി എടുത്ത് വാരി തന്നേക്കുവാണ്. എന്ത് കള്ളം പറയോ? മറ്റൊരു കുടിച്ചു കഴിഞ്ഞാലേ ചോറ് അപ്പൊ നമ്മള് വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോളേ ആ നമ്മൾക്ക് തെളിവുണ്ടല്ലോ. ഓ അതൊരു കെട്ട് ഇവിടെ ഈ കവറിന് കവറും പച്ച, ഇതും പച്ച, ഫുൾ പച്ച. പച്ച നല്ലൊരു കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് പച്ച. സെറ്റ്. ഇത് നമുക്ക് കുറച്ചൊന്ന് ചൂടാക്കണം സാധനം. ഓക്കെ എന്നാ കയറി പോവാ. കണ്ട പാടത്തിനക്കരെ ഫുള്ളായിട്ട് വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചേക്കുവാണ്. നല്ല കാറ്റുള്ള പ്രദേശമാണ് ഇതൊക്കെ. ഇതൊക്കെ ഉള്ളികൾ തന്നെ കേട്ടോ, ധാരാളം ഉള്ളികളാണ്. പിന്നെ വിഷുവും കൂടിയാണ് ഇനി വരുന്നത്, അപ്പൊ മാർക്കറ്റിലേക്ക് ഉള്ളി ഇനിയും കുറെ വരണം അല്ലേ? തീർച്ചയായിട്ടും അതാണ്, ഉള്ളികൾ ധാരാളം ഉണ്ട്. ഒക്കെ ഈ ടൈം ആയപ്പോഴേക്ക് പറിക്കാനായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വിഷുവും കൂടി ഉണ്ടല്ലോ വരുന്നത്. വിൻഡ് മില്ലുകൾ അതിലെ ഫുള്ള് വിൻഡ് മില്ലാണ്, ആ സൈഡ് ഫുള്ളായിട്ട് വിൻഡ് മില്ലാണ്. ഓ സെറ്റ്. അതെ പവർ നമ്മളിപ്പോ അതിന്റെ അടുത്ത് കൂടെയാണ് പോണേ. സംഭവം നമുക്ക് കണ്ണൂർ കാണാൻ അടുത്താണ്, പക്ഷെങ്കിൽ കുറച്ച് കുട്ടനെയാണതുള്ളത്. പക്ഷെങ്കില് ആ സാധനത്തിന്റെ ലീഫ് ഉണ്ടല്ലോ, അതാണ് നമ്മളന്ന് ലോറിയിൽ കണ്ടത്. ആ 3 ലീഫില്ലേ? ആ അതെ. അതിലൊരു പീസ് ഒരു വണ്ടിയിൽ കൊണ്ടുപോകുള്ളൂ. എമ്മ സാധനമാണ്. ഓ അതിലങ്ങോട്ടുണ്ടല്ലേ പോലെ ഗൈസ്. ഞങ്ങള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കർണാടകയുടെ പോലീസുകാർ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ ഒരു ട്രാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ജീപ്പിൽ ഒരു 2 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇതേപോലെ ഞങ്ങളുടെ പേപ്പറും കാര്യമൊക്കെ ചെക്ക് ചെയ്തു. ഇന്നലത്തെ നമ്മളുടെ അനുഭവം നമ്മൾക്ക് ഉണ്ടായില്ല, കഴിഞ്ഞ ദിവസത്തെ അനുഭവം ഉണ്ടായില്ല. പേപ്പർ ചെക്ക് ചെയ്ത് അത് ഓട്ടോറിക്ഷയിലാണോ പോകുന്നത്, റിക്ഷയിലാണോ പോണത്, എവിടേക്കാണ് പോണത്? ഞാൻ പറഞ്ഞു നാസിക്കാണ് പോണത്. നാസിക്ക് എവിടെ നിന്ന് വരുന്നത്? കേരളത്തിൽ എവിടെ നിന്നാണ്? മലപ്പുറത്താണ്. മലപ്പുറം സൂപ്പർ. എന്താണ് ട്രാവലിംഗ് ബ്ലോഗാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അല്ലേ വളരെയധികം സപ്പോർട്ട് ചെയ്ത സാറന്മാർ. അപ്പോൾ അങ്ങനത്തെ ആളുകളും ഉണ്ട്, അതാണ് പറയുന്നത്. അത്തരത്തിലുള്ള സാറന്മാരും ഉണ്ട്. ഒരുപാട് നേരമായിട്ട് വർക്കിങ്ങിലാണ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുവാണ്. വേറെ ഒന്നും നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വിജയപുരയിലേക്ക് പോകുന്ന വഴിയാണത്. ഇതല്ലാതെ ഈ ഹൈവേ സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് ഇത് ഷോലാപ്പൂരിലേക്ക് പോകുന്ന ഹൈവേ ആണ് ഈ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ താഴത്ത് നല്ല തണൽ നോക്കി നിർത്തിയേക്കുവാണ് ഞങ്ങൾ വണ്ടി. അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരോട് ചോദിച്ചു നോക്കണം നമുക്ക് എവിടെ നിന്നാണ് ക്യാബ് കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത്. അത് ചോദിച്ചു നോക്കിയിട്ട് ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങണം. ഓ
ഞങ്ങൾക്ക് ചെറിയൊരു വിശപ്പില്ല, ഒരു ഇളം വിശപ്പ്. ചോറിന സമയമായിട്ടുമില്ല. ഞങ്ങൾ ചോറ് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയത്. പക്ഷേങ്കിൽ അപ്പോൾ ഞാൻ കരുതി 12 മണി ആയിട്ടാണ്, 12 മണി ആവണുള്ളൂ. അപ്പോൾ രാവിലെ അവിലായിരുന്നു കഴിച്ചത്. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ പഴം ഉണ്ട് അവിടെ, റോബസ്റ്റ് വാങ്ങി കഴിക്കാമെന്ന് കരുതി. ഈ വണ്ടി ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ ഓട്ടോ പോലെയല്ല. ഇത് നമ്മുടെ നാട്ടിലത്തെ ഓട്ടോ പോലെയല്ല, ഇത് വുഡല്ല, നമ്മളുടെ വുഡല്ല, ഫൈബറാണത്. ഈ സാധനം ഫൈബറാണ്. പിന്നെ ഉണ്ടോ വണ്ടി ഭയങ്കര പക്ക സെറ്റപ്പാണ്. ഫുള്ള് ഓടിക്കഴിഞ്ഞ വണ്ടിയാണ്. നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ കൊണ്ടാടുന്ന ആ പൈനോട് ചെറിയ കടിയേക്കാരം ഉണ്ടാ. ഇദ്ദേഹമാണ് നമുക്ക് കേബിളിനെ കുറിച്ച്, കേബിൾ എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞു തന്ന ആള് മൂപ്പരായിരുന്നു. അപ്പോൾ മൂപ്പര വണ്ടി നമുക്ക് ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്യാം ഉണ്ടാ. അപ്പോൾ ഫുള്ളായിട്ട് ഫൈബറാണ്. അതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വുഡ് പൊട്ടുന്ന പേടി, ചോർച്ച, അതുപോലെ തന്നെ വർഷം മാറ്റുന്ന കേസൊക്കെ മാറിക്കിട്ടും. പക്ഷേങ്കിൽ നല്ല റേറ്റ് ഉണ്ട് ആ സാധനത്തിന്. ആ സാധനത്തിന് ഏകദേശം 25,000 റുപ്യൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ 25 എന്നാണ് പറഞ്ഞത്, 25 ഒക്കെ ഉണ്ട് തോന്നുന്നു. നമ്മൾക്ക് കുറച്ച് പഴമാണോ വേണ്ടത്. പഴമാകുമ്പോൾ അടിപൊളിയാവും. കിട്ടുന്നേ 50 റുപ്യ. 2, 4, 6, 8. ഓക്കെ, ഏതായിരിക്കും? വേറെ എന്തെങ്കിലും വേണം? മാങ്ങ വേണം? മാങ്ങ വേണ്ട. പൈസ ആ ഒരു ചുളക്ക് മാത്രമല്ല കേട്ടോ, പിന്നെ ഇട്ട് തന്ന്. ഞാനും കരുതി അതിന് മാത്രമാണ്. നമ്മൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും വാദിക്കേണ്ടെന്ന് കരുതി. ഇനി അങ്ങോട്ടേക്കിനെ പോവാം. കണ്ടാ ഹൈവേ ആണ്, മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തണല്, ഇവിടെ നല്ല തണലാണ്, നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇനി ഉപ്പൂന് കൊണ്ട് കൊടുത്ത് അവൻ്റെ എൻ്റെ വിശപ്പൊക്കെ ഒന്ന് ആറട്ടെ. കുറച്ച് നേരം 2 പായൊക്കെ കഴിച്ചാൽ ചൂടത്ത് നല്ലതാണ് അത് കഴിക്കണം. ഇവിടെ പിന്നെ ഇത് കിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ നേന്ത്രപ്പായം കിട്ടൂലല്ലോ ഇവിടെ അല്ലേ? നമ്മളെന്താ വെച്ചാൽ ഒരാൾ വണ്ടിയിൽ എപ്പോഴും വേണം. അതാണ് ഞങ്ങൾ ടൂറിസ്റ്റ് പ്ലേസുകളും അല്ലാതെ കയറാത്തത്. നമ്മൾക്ക് വണ്ടി ഇട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ ഗ്യാസ്, നമ്മുടെ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ വണ്ടി അടക്കം അടിച്ചുകൊണ്ട് പോവാം അല്ലേ? വണ്ടി അടിച്ചുകൊണ്ട് നമ്മൾ എന്താട്ടാണ് നമ്മൾ കേബിളും കൂടി കിട്ടണം. കേബിളും കൂടി വാങ്ങണം. നമുക്ക് ആ റൂട്ടിലൊന്ന് പോയിട്ട് കേബിളും കൂടി വാങ്ങണം. ഓക്കെ, അതൊന്ന് കഴിക്കട്ടെ. ഞങ്ങൾ വിജയപുര ടൗണിലേക്ക് പോവാണ്. വിജയപുര ടൗണിലേക്ക് കയറിയാലേ നമുക്ക് കേബിൾ കിട്ടുള്ളല്ലോ. പോയി നോക്കാം. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എവിടെയാണെന്ന് അന്വേഷിച്ച് നോക്കാം. കിട്ടിയാൽ കിട്ടുമായിരിക്കും. ഇത് റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. റെയിൽവേ സ്റ്റേഷൻ റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ മറ്റാൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ എന്താ പറയുക, ടൗണിലേക്ക് ഒന്നും പോകേണ്ടി വന്നില്ല. അവിടെ നമ്മൾ നിന്നോർത്ത് വെറും 300 മീറ്ററൊക്കെ ബൈ. ഡീസൽ ഓട്ടോ കേബിൾ, ഡീസൽ ഓട്ടോ കേബിൾ കേരള डीजल ऑटो नासिक में आएगा. നമ്മൾ കുറേയൊക്കെ ഹിന്ദിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിച്ച് വെച്ച് വരികയാണ്. അപ്പോൾ കുറേ തെറ്റുകളുണ്ടാവും. പക്ഷേ ഇവരോട് കുറച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവർക്ക് കാര്യം മനസ്സിലാവും. ചാടി കടിച്ചൊന്നുമില്ല. അതായത് നിങ്ങൾ ഭാഷ അറിയില്ലെന്ന് കരുതി യാത്ര ചെയ്യാമെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാം. നമ്മൾ ഈ ഭാഷ അറിഞ്ഞിട്ടൊക്കെ എന്നാൽ യാത്ര ചെയ്യാം. നമ്മളെന്താ ഹിന്ദി നാട്ടിൽ നിന്ന് അങ്ങനെ പഠിക്കാൻ കഴിയുമോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഹിന്ദിക്കാർ വരണമെങ്കിൽ പോലും ഒരു മലയാളം പഠിക്കാൻ നല്ലത്, നമ്മൾ ഹിന്ദി പഠിക്കില്ല. ഉണ്ടോക്കോ? ഇല്ല. ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ നമ്മളോട് പറയുന്നത് വെച്ചാൽ ഈ സാധനം ഡീസൽ ഓട്ടോ ഇതർമേ ബന്ദ് കറേ, ഇവിടെ ഇല്ല, ഇവിടെ നിർത്തി വെച്ചിരിക്കണ സംഭവം. ഈ വണ്ടി ഇവിടെ ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കേബിൾ കിട്ടണമെങ്കിൽ 120 കിലോമീറ്റർ നമ്മൾ വേറെ അങ്ങോട്ട് ഓടണം. ഹൈദരാബാദ് സൈഡിലേക്ക് ഓടണം. എന്ത് ചെയ്യും? 100 കിലോമീറ്റർ നമ്മൾ ഓടണം വെറുതെ. ഞാനത് പോയപ്പോലെ നമ്മൾ ഇതേമാതിരി ഇങ്ങനെ പോയി നോക്കുക. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കണ്ടില്ല. എല്ലാം എന്താ കാട്ടുക? അപ്പം അവിടെ വെച്ചപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അല്ല അപ്പോൾ ഇവിടെ എവിടെ കിട്ടൂല എന്നാണ് അവർ പറയണത്. ഞാൻ എന്താ പിന്നെ ചെയ്യാം? കാരണം 100 കിലോമീറ്റർ അങ്ങോട്ട് പോകാനായിട്ട് നല്ലത് അത് 100 കിലോമീറ്റർ ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനമാണല്ലോ, വാങ്ങിയിട്ട് പോന്നാൽ മതിയെന്നല്ലോ. വാങ്ങിയില്ല. ഇതിപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിക്കും എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇത് നമുക്ക് കേബിൾ പൊട്ടൽ മാത്രമൊന്നുമല്ല, നമ്മളിത് ഇരുമ്പിന് ചെയ്യുമ്പോൾ ചോടുന്ന സാധനമാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഈ വണ്ടിക്ക് ഒരു കേബിൾ പൊട്ടൽ മാത്രമൊന്നുമല്ല ഉണ്ടായത്. ഇത് 2005 മോഡൽ വണ്ടിയാണ്. ചിലപ്പോൾ ഇതിൻ്റെ ഇഞ്ചൻ തന്നെ പൊളിഞ്ഞേക്കാം, ചിലപ്പോൾ ഇതിൻ്റെ കൂളൻ്റ് പൊട്ടിയേക്കാം. അങ്ങനെ പല ജാതി പ്രശ്നങ്ങൾ നമുക്ക് വരാം.
അതൊന്നും നമുക്കൊന്നും പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ ഒരു കേബിളിൻ്റെ കേസാകുമ്പോൾ നമ്മളെ കൊണ്ട് കേബിൾ പൊട്ടുന്ന വിഷയമാകുമ്പോൾ നമ്മൾ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കേസാണല്ലോ എന്ന് എഴുതിയിട്ടാണ്. അത്തരത്തിൽ എന്തെങ്കിലും കേസാണ് സംഭവിക്കണമെങ്കിൽ നമുക്ക് 100 കിലോമീറ്റർ ഓടാൻ വയ്ക്കും ഇല്ലല്ലോ. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകണില്ല, നമ്മളെ റൂട്ടിനെ പോകാം. ബാക്കി ഞാൻ പറഞ്ഞ മതി വേറെ വെച്ച് കാണാം. അതിനെന്തേലൊക്കെ കാട്ടിക്കൂട്ടാം. എല്ലാം എന്താ കാട്ടുന്നത്? നോ കേബിളില്ല. എന്തായിട്ട് നമ്മൾ നാട്ടിൽ കൊണ്ടുവരൊക്കെ പോയിട്ടാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവരാതെയാണ്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് വേറൊരു കാര്യമാണ്. അത് ഞാനൊരു ചോദിച്ചോട്ടെ. അതായത് പെട്രോൾ വണ്ടിൻ്റെ കേബിൾ മാത്രം, ഔട്ടർ സെറ്റ് അല്ല, കേബിൾ മാത്രം കിട്ടുകയാണെങ്കിൽ, ഔട്ടർ വൈഡ് കേബിൾ മാത്രം കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ അത് നോക്കാം അല്ലേ? അങ്ങനെ ചെയ്യാം അല്ലേ? അതാവും നന്നാവുക. എന്നാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇത് സങ്കടപ്പെട്ട ടെൻഷൻ അടിച്ചതല്ല, നമുക്ക് ടെൻഷനൊന്നുമില്ലെന്നു. നിങ്ങളുടെ കമൻ്റൊക്കെ കണ്ടപ്പോൾ ടെൻഷനായി തന്നെ ഉള്ളൂ. അപ്പോഴും ടെൻഷനായിട്ടല്ല, ഇന്ന് കരുതാം എന്ന് കരുതി. നിങ്ങളെല്ലാവരും പറഞ്ഞതല്ലേ, നിങ്ങളെല്ലാവരും അഭിപ്രായമല്ലേ, നിങ്ങളെ അഭിപ്രായത്തെ മാനിക്കുക എന്ന് മാത്രം അല്ലേ? അതെ. എന്നാൽ നമ്മൾ നേരെ ഇങ്ങനെ തന്നെ പിടിക്കുവാണ്. കാരണം നമ്മൾ ഓട്ടോ ലെഫ്റ്റ് ചെയ്തപ്പോൾ 2200 കിലോമീറ്ററൊക്കെ ഓടിയത് ഇതേപോലെ കേബിൾ ഇട്ട് 1 സൈഡ് ഇട്ടിട്ട് പോയേക്കുവാണ്. അതിനിടയിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ഇതും അത്രയൊക്കെ തന്നെ നമുക്ക് വരുള്ളൂ ദൂരം. നോക്കാം, നമുക്ക് വേറെ കാണാം, പോയി നോക്കാം. ഓക്കെ, ബൈ.